പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അഭിയുടെ മാറ്റത്തെക്കുറിച്ചും അഭി ഇപ്പം നവ്യയെ സ്നേഹിച്ച് തുടങ്ങിയതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആദർശ് മുത്തച്ഛനോട്. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് അവൻ നല്ല രീതിയിൽ പയറ്റി തെളിഞ്ഞ ഒരുത്തനാണ്, അതുകൊണ്ട് അവനും അവൻ്റെ അമ്മയും ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനൊന്നും നിൽക്കണ്ട, കാരണം അവർക്ക് എന്തെങ്കിലും കാര്യസാധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവരങ്ങനെ ചെയ്യുള്ളൂ എന്ന് മുത്തച്ഛൻ പറയുന്നുണ്ട്. പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത്. അഭി വലിയൊരു തിരിമറി ജ്വല്ലറി നടത്തിയിട്ടുണ്ടല്ലോ, അതിൽ ആദർശനും സംശയം തോന്നി തുടങ്ങിയതുകൊണ്ട് ഇത് മുത്തച്ഛനോട് പറയും. അപ്പം മുത്തച്ഛൻ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ പേരിൽ അന്വേഷിക്കാനായിട്ട് ജ്വല്ലറിയിൽ എസ് ഐ വരുന്നുണ്ട്. അപ്പം ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വലിയ തിരിമറി ഇവിടെ നടന്നതുകൊണ്ട് അതിൽ പങ്കാളിയായിട്ടുള്ളവരെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമുണ്ട്, അതുകൊണ്ടാട്ടോ മുത്തച്ഛൻ ഓഫീസർമാരൊക്കെ വിളിച്ച് പറഞ്ഞത് എന്നും പറയുന്നുണ്ട്. പിന്നീട് ഈ കാര്യം അറിയുമ്പോൾ ആകെ ടെൻഷനിലാണ് അഭി ഈ കാര്യം പറഞ്ഞു കഴിയുമ്പം ജലജ് പറയുന്നുണ്ട്, എടാ ഇതിനു മുമ്പും ജ്വല്ലറിയിൽ മോഷണം നടന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഒരു ജ്വല്ലറിയിലെ സ്റ്റാഫും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇതാദ്യമായിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അഭി ഇങ്ങനെ പേടിച്ച് നിൽക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് ആദർശിനെയും നയനയും കാണിക്കുന്നുണ്ട്. ആദർശം നയനയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ നമ്മളിന്ന് ലാസ്റ്റ് കണ്ടത്. അന്നേരം സങ്കടപ്പെട്ട് നയന പുറത്തേക്ക് പോകുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തി പോകുന്നതെന്ന്, വിഷുവിൻ്റെ അന്ന് ഞാൻ അങ്ങോട്ട് വരേണ്ടതായിരുന്നു, പക്ഷെ വരാതിരുന്നത് നിന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ്, അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് നിന്നെ എന്ന് പറയുമ്പം അത് കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നയനയാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.